കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏപ്രിൽ 10 ലാസ്റ്റ് ഡേറ്റ്. നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് APO അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷ ഈ മാസം 18-ാം തീയതി നടക്കാനായിട്ട് പോകുന്നുണ്ട്. നമ്മൾ നിലവിൽ ഇപ്പോൾ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി പ്രാക്ടീസ് സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ദിവസം 100 ചോദ്യങ്ങൾ പഠിച്ച് 10 ദിവസത്തേക്ക് നമ്മൾ 1000 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കവർ ചെയ്ത് വരുന്ന മെത്തേഡാണ് ഇവിടെ വരുന്നത്. ഏകദേശം 1000 ചോദ്യം നിങ്ങൾക്ക് ഈ 10 ദിവസം കൊണ്ട് കവറായി ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക്കും ഇൻക്ലൂഡ് ആകുന്നതായിരിക്കും. സോ നമ്മളിത് എല്ലാ തവണയും നടത്താറുണ്ട്, കുട്ടികൾക്ക് യൂസ്ഫുൾ ആവാറുണ്ട്, പ്രധാന പരീക്ഷകളൊക്കെ നടത്തുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഇതിന്റെ ഭാഗമായി ചേരാവുന്നതാണ്. ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് KILA, അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. സോ ഇത് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനൊക്കെ ഇത് സപ്പോർട്ടിംഗ് ആയിട്ടൊക്കെ വരുന്നതാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. എന്തായാലും ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഗ്രാജുവേറ്റിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ്. ഒരു വേക്കൻസി മാത്രമേ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ജോബ് ലൊക്കേഷൻ വരുന്നത് ഇടുക്കിയിലായിരിക്കും. 24,040 രൂപയാണ്, 24,040 രൂപയാണ് ശമ്പളമായിട്ട്, സ്റ്റൈപ്പൻ്റായിട്ട് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. 9 മാസത്തേക്കാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ലാസ്റ്റ് ഡേറ്റ് 10 ഏപ്രിൽ 2026 വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് 500 രൂപ അപേക്ഷാ ഫീസ് കൂടി വരുന്നുണ്ട്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീസാണ്. സോ താല്പര്യമുള്ളവർക്ക് ഈ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തന്നെ അപ്ലൈ നൗ എന്നുള്ള ഈ ഒരു ബട്ടണിലോ അല്ലെങ്കിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.